ഇന്ന് എൻ്റെ കല്യാണം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ എന്താ പറയുക, ഒരുപാട് പേരുടെ ബ്ലെസ്സിങ് ഉണ്ട്. താങ്ക്സ് ഫോർ ദ അൺകണ്ടീഷണൽ ലവ്. സീരിയലിൽ നിന്നുള്ള ഇപ്പോൾ വേറെ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സീരിയലിൽ ഇപ്പോൾ ഒരു മാരേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതാണ് എൻ്റെ ഒറിജിനൽ കല്യാണം. മനോഹറിൻ്റെ കല്യാണമല്ല, ഇതെൻ്റെ ഒറിജിനൽ കല്യാണമാണ്. സോ എല്ലാവരും അനുഗ്രഹിക്കുക. ഇത് എൻ്റെ മിസ് കാവേരി. എന്താണ് പറയുള്ളത്? എല്ലാവരും ഇതുവരെ ഏട്ടനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അതെ അതെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. പ്രണയവുമായിരുന്നല്ലോ, ഇപ്പോൾ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? തീർച്ചയായും സന്തോഷമാണ്. കാരണം വെച്ചാൽ എന്താ പറയുക, ഇത്ര നാളെ നീണ്ട കാലത്തൊരു പ്രണയം അത് സക്സസ് ആവുമെന്ന് വെച്ചാൽ ഇത്രയും വലിയ സന്തോഷം വേറെ ഇല്ല. ഫ്യൂച്ചർ പ്ലാൻസ് ഇതുപോലെ തന്നെ സീരിയൽസ് ഇങ്ങനെ സീരിയലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. പുള്ളിക്കാരി MBHR കംപ്ലീറ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരി ജോലിക്ക് പോകുന്നതായിരിക്കും. ഹണിമൂൺ പരിപാടി ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻ ചെയ്തിരുന്നു മുമ്പ്. സോ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ട്. തമിഴ് വർക്കുണ്ട്, പിന്നെ സ്റ്റാർ മാജിക് അറിയാലോ, സ്റ്റാർ മാജിക് ഒരു സീരിയലുണ്ട്. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ വൈസ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം ഹണിമൂണൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ പുള്ളിക്കാരി സീരിയൽ പ്രതീക്ഷിക്കാമോ? പുള്ളിക്കാരി സീരിയൽ പ്രതീക്ഷിക്കാമെന്ന് പുള്ളിക്കാരോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇല്ല. താങ്ക് യു സോ മച്ച്. നമ്മളെ കല്യാണം കഴിഞ്ഞ എന്തോ സന്തോഷം, അവനല്ലേ സന്തോഷം. നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റിയുള്ള സന്തോഷം, അതാണ് ഞങ്ങളുടെ സന്തോഷം. എന്താ പറയുക, ജിത്തുവിന് എല്ലാവിധ ആശംസകളും. നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. ഒരുപാട് കാലം ഒരുമിച്ച് ഒരുപാട് ആഗ്രഹിച്ച് കല്യാണം കഴിക്കുന്നവരവർ രണ്ടുപേരും ഒരുപാട് നാൾ നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ, അതാണ് ആശംസ. ഞാനിപ്പോൾ എൻ്റെ PhD കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PhD കണ്ടിന്യൂ ചെയ്യുകയാണ്. അതാണ് ഇപ്പോഴുള്ള എൻ്റെ ഫ്യൂച്ചർ പരിപാടി. പിന്നെ നല്ല പ്രോജക്ട്സ് വരുവാണെങ്കിൽ കമ്മിറ്റ് ചെയ്യും. നല്ല പ്രോജക്ട്സ് ഇപ്പോൾ ദയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ദയ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾ. സോ വരുന്നുണ്ട്. സോ നല്ലത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ആൻഡ് ഫ്യൂച്ചർ പ്രോഗ്രാംസ്. താങ്ക് യു. അവർക്ക് എല്ലാവിധ ആശംസകളും. നമ്മൾ കുറച്ചാളായിട്ടുള്ളൂ ഫ്രണ്ട്സായിട്ട്. അപ്പം ഇവർ ലോങ് ടൈം ഫ്രണ്ട്സാണ്. ടീം ദയ. അതെ, ഓൺ ബിഹാഫ് ഓഫ് ടീം ദയ. ദയ ടീമിലെ വില്ലനും നായകനും ചേർന്ന് നമ്മുടെ ജിത്തുവിന്. കാരണം ജീവിതം ഈ പറയുന്ന പോലെ റൊമാൻസ് മാത്രമല്ല, ഫൈറ്റും എല്ലാം ഉണ്ടാവും. അപ്പം റൊമാൻസ് ഉണ്ടാവും, ഫൈറ്റും ഉണ്ടാവും. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവരുടെ ലൈഫ്, റൊമാൻസ്, ഫൈറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ലൈഫ് ആവട്ടെ എന്ന് ടീം ദയയുടെ പേരിൽ ജിത്തുവിന് വേണ്ടി ജിത്തു എത്ര പറയാം, ഒരു 100 കൊല്ലം ഇങ്ങനെ തന്നെ ജീവിക്കട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഓക്കെ, താങ്ക് യു. സന്തോഷം. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. അപ്പം നന്നായിട്ട് എല്ലാം കഴിഞ്ഞു. ഞാനും ഭയങ്കര ഹാപ്പി, ചേട്ടനും ഭയങ്കര ഹാപ്പി. പ്രണയത്തിലൂടെ ലാസ്റ്റ് അവർ ഒന്നിച്ചു. സോറി, ഇതിലൂടെ ലാസ്റ്റ് അവർ ഒന്നിച്ചു. അതെ, ഇതിലൂടെ അവർ ഒന്നിച്ച്. ചേച്ചിന്റെ എനിക്കറിയാം നീ ചോദ്യം ചോദിക്കുമെന്ന്. സിനിമയിൽ പ്രതീക്ഷിക്കാം. എന്നോ എനിക്കറിയത്തില്ല. എൻ്റെ ഇതിന് ഓർഡറിങ് അല്ല, പ്രണവിനായിട്ട് ഒരു പടത്തിൽ റൂമർ കേൾക്കുന്നുണ്ട്. പ്രണവ് മോഹൻലാൽ. നിന്റെ പേരെന്താ മോനെ? കാര്യം പറഞ്ഞ റൂമർ കേൾക്കുന്നുണ്ടല്ലോ. വെറൈറ്റി മീഡിയ ആയതുകൊണ്ട് അങ്ങനെ പലതും നിങ്ങൾ കേൾക്കും. പ്രഷർ ഇതൊന്നും സത്യമല്ല. കൈന്നിട്ട് പറയണം. ഇല്ല, കാര്യം പറ. അല്ല, സിനിമയിൽ ഉടനെ ഉണ്ടാവും. സിനിമയില് എല്ലാം സസ്പെൻസ് ആണ്. അപ്പൊ ഒരു ദുൽഖറിന്റെ കൂടെ അതാണ് ഫ്യൂച്ചർ. പ്രണവിനെ പിടിച്ചില്ല. ഇല്ല, ഉടനെ ഒന്നും ഇല്ല. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ ജിത്തുക്കുട്ടനും കാവേരി മോൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ. ഹാപ്പി മാരീഡ് ലൈഫ്. ജിത്തുവിനും കാവേരിക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ. സോ ജിത്തു എൻ്റെ ഒരു 6-7 ഇയേഴ്സത്തെ ഫ്രണ്ട് എന്ന് പറയാം. ജിത്തുവിനെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്നത് ആൽബം ആണ്. ഞങ്ങൾ രണ്ടുപേരും കോംബോ ചെയ്തൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ആൻഡ് ഈവൻ ഷൂട്ടിലൊക്കെ പോകുമ്പോഴും വി ഓഫൺ മീറ്റ്. ആൻഡ് അവരുടെ ഷൂട്ട് സെറ്റിലൊക്കെ ഞാൻ പോയി വായി നോക്കി നിൽക്കും അഭിനയം പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഐ എം സോ ഹാപ്പി. കാവേരി ആൻഡ് ജിത്തു എൻഗേജ്ഡായി അവർ ന്യൂ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. ആൻഡ് ഐ വിഷ് ഹിം ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു അവർ ക്ലബ്. യെസ്, അവർ കപ്പിൾ ക്ലബ്.